ഹലോ, നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ഒരു ലോങ് പെയിൻറ്റിങ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവൂട്ടി, സാന്ദ്ര എന്ന് പറയുന്ന 2 സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് അവർ പറഞ്ഞതനുസരിച്ച് ഒരു ലോങ് പെയിൻറ്റിങ് വീഡിയോ ചെയ്ത് നോക്കാമെന്ന്. നമ്മുടെ ചാനലിൽ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കിത് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ വരക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമേ കാണിച്ച ആ ഒരു സ്പാരോൻ്റെ ചിത്രമാണ്. സ്പാരോ അല്ലാതെ ആക്ച്വലി റോബിൻ ബേർഡ് ആണെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയൻ റോബിൻ ബേർഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ റോബിൻ ബേർഡിനെയാണ് കേട്ടോ വരക്കാൻ പോകുന്നത്. വാട്ടർ കളറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ലൈറ്റ് കളർ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. എന്താണോ നമ്മുടെ ചിത്രത്തിലുള്ള കളേഴ്സ് അത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ റെഫറൻസ് പിക്ചർ എനിക്ക് പിൻട്രസ്റ്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ ഇതിൽ റെഡും പിന്നെ അതുപോലെ തന്നെ ബ്രൗണും ആണ് ഉള്ളത്. ഡാർക്ക് റെഡും ബ്രൗണും ആണ് ചിത്രത്തിലുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് ബ്രൗൺ അടിക്കാനായിട്ട് പാടില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഷെയ്ഡൊക്കെ വരുമ്പോൾ അത് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. വാട്ടർ കളറിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് അൺഡു ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ അക്രിലിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മറ്റൊരു പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ മറ്റൊരു പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവും. പക്ഷേ വാട്ടർ കളറിൻ്റെ പുറത്ത് വേറൊരു പെയിൻറ്റ് കൊടുത്താലും ആ ബാക്കിലുള്ള കളറ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബേസ് കളറായിട്ട് ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ വീഡിയോ പോലെ തന്നെ ചെയ്യാനായിട്ട് എനിക്ക് വലിയ പിടിയില്ല. കാരണം ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡുള്ള ബ്രൗണും അതുപോലെ തന്നെ ബ്രൗൺ ആയിട്ട് ഡയറക്റ്റ്ലി ബ്രൗൺ ഷെയ്ഡ് വാട്ടർ കളറിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്യുകയല്ല കേട്ടോ ചെയ്തത്. പ്രഷ്യൻ ബ്ലൂവും അതുപോലെ തന്നെ റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് ആ ബ്രൗൺ ഷെയ്ഡിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. വാട്ടർ കളറിൽ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താൽ മതിയാവും. കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ലൈറ്റർ ഷെയ്ഡായിട്ട് വരും. അതേസമയം കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഉപയോഗിക്കാണ്ട് ആ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ്സ് കിട്ടും. എന്ത് പിക്ചർ ആയിരുന്നാലും വരയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ ആ റെഫറൻസ് പിക്ചറോ അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഇമേജ് എവിടെയാണോ, അതായത് നാച്ചുറലി ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ നോക്കി വരക്കുകയാണെങ്കിൽ പോലും ആ സ്ഥലം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ആ പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിൽ എന്തൊക്കെ കളേഴ്സ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വരക്കാനിരിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അണ്ടർടോണൊന്നും ആയിരിക്കില്ല ആ പെയിൻറ്റിങ്ങിൽ ആക്ച്വലി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരച്ചു കഴിയുമ്പോൾ നമ്മുടെ റെഫറൻസ് ഇമേജുമായിട്ട് വലിയ സാമ്യമില്ലാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പിക്ചറാണ്, നമുക്ക് അതുപോലെ തന്നെ കോപ്പി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ബിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരച്ചു തുടങ്ങുമ്പോൾ അതേപടി കോപ്പി ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. വാല്യൂസൊക്കെ കൃത്യമായിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിൽ കൊടുത്താൽ മാത്രമേ ആ പെയിൻറ്റിങ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പെയിൻറ്റിങ് എന്ന് പറയുന്നത് വെറും കളേഴ്സ് മാത്രമല്ല, പലതരം കളേഴ്സ് മാത്രമല്ല. ഇപ്പോൾ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത്, അങ്ങനെയുള്ളൊരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അതൊക്കെ നമുക്ക് ആ പെയിൻറ്റിങ് കാണുമ്പോൾ മനസ്സിലാവണം. എന്നാൽ മാത്രമേ അതിലൊരു ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ഒന്നുമല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും അതിൻ്റെ വാല്യൂസ് കറക്റ്റായി വന്നാൽ മാത്രമേ, അതായത് ഡാർക്കർ ടു ലൈറ്റർ ഷെയ്ഡ്സിൻ്റെ ആ ഒരു ടോൺ പോകുന്ന രീതിയൊക്കെ നന്നായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ പെയിൻറ്റിങ് കാണുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റിങ്ങിൽ ബ്രൗണും അതുപോലെ തന്നെ റെഡും കൂടാണ്ട് കുറച്ചൊരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അത് ഞാൻ ബ്ലാക്കായിട്ട് തോന്നുന്ന ഏരിയാസിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ കഴിവതും ബ്ലാക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ പെയിൻറ്റിങ് ഡള്ളായി പോകാനായിട്ട് സാധ്യതയുണ്ട്. ചില സമയത്ത് ഞാൻ ബ്ലാക്ക് കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും പൊതുവേ വാട്ടർ കളർ ചെയ്യുമ്പോൾ പറയുന്നത് ബ്ലാക്ക് കളർ കൊടുക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഡാർക്കർ ഷെയ്ഡ്സ് ബ്ലാക്കായിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഡാർക്ക് ബ്ലൂവും പിന്നെ ബ്രൗണും ചെറിയൊരു റെഡിൻ്റെ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് അതിനെ ഡാർക്കാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു കുഞ്ഞു ബേർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് കുഞ്ഞു തൂവലുകൾ ഇരിക്കുന്നതായിട്ടാണ് പിക്ചറിലുള്ളത്. അപ്പോൾ അത്ര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നത് പോലെ തന്നെ ഏറ്റവും ചെറിയ ബ്രഷോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള വാട്ടർ കളർ ബ്രഷ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ടിപ്പ് കുറച്ച് നേർത്ത് വരുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്പ് വെച്ചിട്ട് അധികം വെള്ളം ഉപയോഗിക്കാണ്ട് വേണ്ട കളർ ഏതാണോ അത് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ട്രോക്സ് പോലെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു തൂവലുകൾ ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലേർഡ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബേർഡിനെ എടുത്ത് കാണണം എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ആ ഒരു ഗ്രീൻ കളർ ഒരുപാട് ഡിഫൈൻ ചെയ്ത് ലീവ്സ് പോലെയൊന്നും ആക്കുന്നില്ല. പകരം ഒരു ഗ്രീനിഷ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു
ബ്ലൂ കലർന്ന ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ബാക്കിലുണ്ട് എന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗ്രീൻ കളർ കൊടുത്തു വെക്കുന്നതാണ്. അവിടെയായിട്ട് കുറേ മരങ്ങൾ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഭാഗത്ത് മാത്രം ഗ്രീൻ കളർ കൊടുത്തു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബേർഡിൻ്റെ ഏതാണ്ട് ബോഡിയുടെ പാർട്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കാല് വരച്ചിട്ടില്ല, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ടൈനി ആയിട്ടുള്ള ആ തൂവലുകളാണ് ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബേർഡിൻ്റെ വയറിൻ്റെ താഴെയുള്ള ഭാഗത്ത് വൈറ്റും ഓഫ് വൈറ്റും ഒക്കെ കലർന്ന ഒരു കളറാണുള്ളത്. അതിൽ ജസ്റ്റ് ഒരു യെല്ലോയിഷ് ടച്ചും കൂടിയുണ്ട്. അപ്പോൾ അതിൽ ചെറിയ തൂവലുകൾ ഇരിക്കുന്നത് പോലുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ ആ ഒരു തൂവലുകളെയാണ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു യെല്ലോയിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി കുറച്ചധികം വെള്ളം മിക്സ് ചെയ്തിട്ട് യെല്ലോ കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം നമ്മുടെ ബ്രഷിൻ്റെ ആ ടിപ്പ് കൊണ്ടിട്ട് ജസ്റ്റ് ആ തൂവലുകളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ വരച്ചിട്ടുള്ള ആ റെഡിൻ്റെ പുറത്തും ആ തൂവലുകൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ തൂവലുകൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എത്രത്തോളം നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കുമോ അത്രത്തോളം അത് കാണാനായിട്ട് ഭംഗിയുണ്ടാവും, റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ചിറകിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ സൈഡിൽ ചെറുതായിട്ട് കാണുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രീനിൻ്റെ പുറത്ത് കുറച്ചുകൂടി ഡാർക്കർ ഗ്രീൻ കൊടുത്തിട്ട് അതിനെ ഒന്നുകൂടി എന്താ പറയുക കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. ആദ്യം കൊടുത്തത് ജസ്റ്റ് ഒരു ബേസ് കളർ മാത്രമാണ്. പിന്നെ ബേസ് കളർ നമ്മൾ ഏത് ഭാഗത്ത് കൊടുത്തിരുന്നാലും ശരി, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബേസ് കളർ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത ലെയർ കൊടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കൊടുത്ത ആ കളറിനോടൊപ്പം പിന്നീട് ഏത് കളർ കൊടുത്താലും അത് അങ്ങോട്ട് ബ്ലെൻഡായിട്ട് വരും. ബ്ലെൻഡ് ചെയ്തിട്ടുള്ള എഫക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ട് കളറും ഒരുമിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഗ്രീൻ മരത്തിൻ്റെ ആ ഒരു ചില്ല പോലെ ഫീൽ ചെയ്യുന്ന ആ ഭാഗമില്ലേ, അപ്പോൾ അവിടെ ഞാൻ കൊടുത്തപ്പോൾ ഡാർക്കർ ഗ്രീനും പിന്നെ ഒരു ബ്രൗണും കൂടി മിക്സ് ചെയ്ത് സൈഡിലായിട്ട് കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആകാശത്തിന് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബേർഡ് ഇരിക്കുന്ന മരത്തിൻ്റെ ചില്ല വരക്കുന്നുണ്ട്. അതും ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ ബ്രൗണിൻ്റെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളം ചേർത്തിട്ടുള്ള ബ്രൗൺ ആണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ആ ബേർഡിൻ്റെ കാലും അതുപോലെ തന്നെ ആ കളർ കൊണ്ട് തന്നെയാണ്, ലൈറ്റായിട്ടുള്ള ബ്രൗൺ കൊണ്ട് തന്നെയാണ് ബേസ് ഒന്ന് വരച്ചു കൊടുത്തത്. പിന്നെ അതിനോടൊപ്പം നമുക്ക് ഇടയ്ക്ക് ഉണങ്ങിയ ഭാഗത്ത് ഫീച്ചേഴ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഡാർക്കർ ബ്രൗൺ കൊണ്ട് ബേർഡിൻ്റെ തൂവലുകളൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഡാർക്കർ ഷെയ്ഡ്സ് അതിൻ്റെ പുറത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആ കളർ കാണില്ല. പിന്നെ ആ ബേർഡിൻ്റെ മറ്റേ സൈഡിലുള്ള ചിറകിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ല ഡാർക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ ബ്ലാക്ക് കളറായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പിക്ചറിലുള്ളത്. നമ്മളത് ഡാർക്ക് ബ്ലൂവും കുറച്ചൊരു ബ്രൗൺ മിക്സ് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ വയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരച്ചപ്പോൾ സൈഡിൽ കുറച്ചൊന്ന് ബ്ലീഡായി പോയിട്ടുണ്ട്. അതായത് ആ ബേർഡിൻ്റെ വയറിൻ്റെ ഭാഗം കുറച്ചൊന്ന് റെഡ് പുറത്തേക്ക് ബ്ലീഡായിട്ടുണ്ട്. അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. വാട്ടർ കളറിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്, നമുക്കത് മായ്ച്ചു കളയാൻ പറ്റില്ല. എനിവേ നമുക്കത് വൈറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വാട്ടർ കളറിൽ നമ്മളങ്ങനെ അവസാനം വൈറ്റ് കളർ കൊടുക്കാറില്ല. നോർമലി വൈറ്റ് എവിടെയാണോ വേണ്ടത് ആ ഭാഗം പെയിൻറ്റ് ചെയ്യാണ്ട് വിട്ടതിന് ശേഷമാണ് നമുക്ക് ആ ഒരു വൈറ്റ് ഫീലിംഗ് കിട്ടേണ്ടത്. ആർട്ടിസ്റ്റൊക്കെ നോർമലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് നമ്മൾ പഠിച്ചു വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മിസ്റ്റേക്സ് വരും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാ ഭാഗത്തും ഇങ്ങനെ കറക്റ്റ് ചെയ്യാനും പറ്റില്ല കേട്ടോ. വാട്ടർ കളറിൻ്റെ വൈറ്റ് കൊടുത്താലും അത് നമുക്ക് അറിയാൻ പറ്റും, ഒരു മിസ്റ്റേക്ക് വന്നിട്ട് നമ്മളത് കറക്റ്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഭംഗി പോവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. കുറച്ചുകൂടി നമ്മൾ എക്സ്പേർട്ടായി കഴിയുമ്പോൾ പതിയെ നമുക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റേക്സൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഈ ബേർഡിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് റെഡാണ് എന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് റെഡാണ്, ഒരു ഭാഗത്ത് നല്ല ബ്രൈറ്റ് റെഡും അരികിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡും ആണ്. അപ്പോൾ ആ ബ്രൈറ്റ് റെഡിൻ്റെ ആ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ കൊണ്ട് ഒരു ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൂവലുകൾ പോലെ തോന്നുന്ന രീതിയിൽ ബ്രൗൺ കളർ കൊണ്ടാണ് ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ളത്. ബ്രൗണിൻ്റെ ഒപ്പം ജസ്റ്റ് കുറച്ചൊരു റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഡാർക്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ വയറിൻ്റെ ഭാഗത്ത് ആ തൂവലിനോട് ചേർന്നിരിക്കുന്ന, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ചിറകിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ബ്രൗൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ആ ചില്ലകൾ കുറച്ചുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും അതിൽ ചെയ്യുന്നില്ല. അതൊന്ന് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് വരയ്ക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് ചെയ്തിരിക്കാനായിട്ട് സമയവും ഇല്ല. ശരിക്കും ഈ പെയിൻറ്റിങ് ചെയ്തെടുത്തപ്പോൾ ഏതാണ്ട് 1 ഹവറിനടുത്തായി എങ്കിലും നമുക്കിത് ഉണങ്ങി പിന്നെ അടുത്ത ലെയർ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കൂടുതൽ അതിനെ റിയലിസ്റ്റിക് ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത്രയും നേരം നമുക്കത് ഉണങ്ങാൻ കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നില്ല. മരത്തിൽ കംപ്ലീറ്റ് ബ്രൗൺ മാത്രമല്ല, ഒരു ചെറിയ ബ്ലൂവിൻ്റെ ഷെയ്ഡും കുറച്ച് യെല്ലോൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ ബ്രൗണിൻ്റെ ഒരു അല്പവും കൂടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് മരത്തിൻ്റെ എൻ പോർഷനിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് ലൈറ്റ് വരുന്ന രീതിയിൽ, ലൈറ്റ് വരുന്നത് ആ ഭാഗത്തു നിന്നാണ് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് മരത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ ലൈറ്റർ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ ബ്രൗണിനോടൊപ്പം തന്നെ കുറച്ചൊരു യെല്ലോയി ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മരത്തിൻ്റെ ആ ഒരു തടി ഫുൾ അതേ കളറിൽ തന്നെ ഇരിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു മരം നോക്കിക്കഴിഞ്ഞാൽ, ഒരു വുഡ് നോക്കിക്കഴിഞ്ഞാൽ ആ വുഡ് കംപ്ലീറ്റ്ലി ബ്രൗൺ കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിലൊരുപാട് പൊട്ടും പാടുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബ്രഷ് കൊണ്ടൊന്ന് ഫീച്ചേഴ്സായിട്ട് ഇങ്ങനെ കൊടുക്കുക. പിന്നെ അതിനോടൊപ്പം കുറച്ച് നമ്മൾ മുന്നേ ചെയ്ത് നിർത്തിയ ആ ഗ്രീനിൻ്റെ പുറത്ത് അടുത്ത ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ബേർഡിൻ്റെ കണ്ണ് വരച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിനും നമ്മൾ ആ മറ്റേ ചിറകിന് കൊടുത്തതുപോലെ തന്നെ ഒരു ഡാർക്കർ ബ്ലൂ ആൻഡ് ബ്രൗൺ മിക്സാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്കായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്യുവർ ബ്ലാക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഭാഗം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഫീൽ ചെയ്യാനായിട്ട് വൈറ്റ് അങ്ങനെ തന്നെ പെയിൻറ്റ് ചെയ്യാണ്ട് പെയിൻ്റൊന്നും കൊടുക്കാണ്ട് ലെഫ്റ്റ് ചെയ്ത് വിട്ടപ്പോഴാണ് കണ്ണിൻ്റെ ആ ഒരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ സൈഡിലുള്ള തൂവലുകളൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ അവസാനം നമുക്ക് വൈറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വേണ്ടിടത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ തൂവലുകളൊക്കെ നമുക്ക് ആ വൈറ്റ് കളർ കൊണ്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തീരെ വെള്ളം തൊടാതെ വേണം നമ്മൾ വൈറ്റ് കളറിൽ ബ്രഷിൻ്റെ ടിപ്പ് മാത്രം ടച്ച് ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നേർത്ത തൂവലുകൾ പോലെ വരും. അതിനോടൊപ്പം തന്നെ ബേർഡിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ തന്നെ മേലെ പുറം ഭാഗത്തും തലയുടെ ഭാഗത്തും ഒക്കെ കുഞ്ഞു തൂവലുകൾ ഇങ്ങനെ തിളങ്ങുന്നത് പോലെ കാണാം. അപ്പോൾ ആ തിളക്കം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ വൈറ്റ് കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് തീരെ നേർത്ത രീതിയിലൊന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്കത് മായ്ക്കാൻ പറ്റില്ല. മാത്രമല്ല അത് ഭയങ്കരമായിട്ട് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ, വൈറ്റിങ്ങിനെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. തീരെ ടൈനി ആയിട്ട് തോന്നുന്ന രീതിയിൽ കുഞ്ഞു രോമങ്ങളാണ്, നേർത്ത രോമങ്ങൾ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവിടെ ആ ഒരു തിളക്കം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തിളക്കം കൂടി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ കണ്ണുകളുടെ ചുറ്റും അതുപോലെ തന്നെ കുറച്ച് ഭാഗം ഞാൻ വീണ്ടും വൈറ്റ് കൊണ്ടിങ്ങനെ ഒരു വര കണ്ണിൻ്റെ താഴെ ഭാഗത്തൊരു വൈറ്റ് വര കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ ചുറ്റുമുള്ള ഒരു പോളയായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെമി സർക്കിൾ ഇങ്ങനെ അടിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ മീതെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കുട്ടി പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ. എന്നാൽ മാത്രമേ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത നല്ലൊരു പെയിൻറ്റിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ.